നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച് പുറത്തുപോയത്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെയധികം മോശമായിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ രാജി. ഈ നയതന്ത്ര ബന്ധം ഇത്രയധികം മോശമാകാനുള്ള ഏക കാരണക്കാരൻ ജസ്റ്റിൻ ട്രൂഡോയുമാണ് എന്ന് തർക്കമില്ലാതെ നമുക്ക് പറയാം. ഈ നയതന്ത്ര ബന്ധം ഇത്രമാത്രം അതിരൂക്ഷമാകുന്നതിനുള്ള കാരണവും ഇതാണ്. അതായത് ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധനായ ഒരു തീവ്രവാദി, ഖാലിസ്ഥാൻ ഭീകര സംഘടനയുടെ നേതാവ് കാനഡയിൽ വെച്ച് കൊല്ലപ്പെടുന്നു. 2023 ജൂലൈ മാസത്തിലാണ് ഇയാൾക്ക് വെടിയേൽക്കുന്നത്. ഇയാൾ പിന്നീട് മുറിവേറ്റ് ചികിത്സയിലായിരുന്നു. അതിനുശേഷം ചികിത്സ ഫലിക്കാതെ 2023 സെപ്റ്റംബർ മാസത്തിൽ ഇയാൾ മരിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ ഈ കൊലപാതകത്തിന് ഉത്തരവാദി ഇന്ത്യൻ സർക്കാരാണെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇത് ചെയ്തതെന്നും നരേന്ദ്രമോദിയും അമിത്ഷായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അടക്കമുള്ളവർ ഇതിൽ കുറ്റക്കാരാണെന്നും ഡോക്ടർ എസ് ജയശങ്കർ അടക്കമുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നുമൊക്കെയുള്ള ഉണ്ടയില്ല വെടി കനേഡിയൻ ഭാഗത്തു നിന്നുണ്ടായി. കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അത് പരസ്യമായി തന്നെ ഇന്ത്യക്കെതിരെ ആരോപണമായി ഉന്നയിച്ചു. ആ ആരോപണം വന്നപ്പോഴെല്ലാം ഇന്ത്യ പറഞ്ഞത് ഇത് തെളിവില്ലാതെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ ഒരു നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്ത് ഇത്തരം കൊലപാതകങ്ങൾ ഇന്ത്യ ഒരിക്കലും ചെയ്യില്ല. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ട് എങ്കിൽ കൊണ്ടുവന്നാൽ അന്വേഷണം നടത്താം എന്നാണ് ഇന്ത്യ പറഞ്ഞത്. പക്ഷേ ഇന്നേ വരെ ഒരു തെളിവ് ഹാജരാക്കാനോ രാജ്യത്തിന് വിശ്വസനീയമായ രീതിയിൽ ഒരു തെളിവ് നൽകാനോ ജസ്റ്റിൻ ട്രൂഡോ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ പക്കൽ ഇൻ്റലിജൻസ് വിവരങ്ങളല്ലാതെ മറ്റൊരു തെളിവുമില്ല എന്ന് ജസ്റ്റിൻ ട്രൂഡോ തുറന്നടിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഈ കൊലപാതകത്തിന് ഉത്തരവാദി ഇന്ത്യയാണ് എന്ന ഒരു വിലയിരുത്തലിലും ഉറച്ച വിശ്വാസത്തിലുമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. കാനഡയിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ജസ്റ്റിൻ ട്രൂഡോ അതിൻ്റെ ജാള്യത മറച്ചുവെക്കാനായി ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഇതിൻ്റെ പേരിൽ 4 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 4 ഇന്ത്യക്കാരെ 2024 മെയ് മാസത്തിലാണ് അറസ്റ്റ് ചെയ്തത്. ഒരു കരൺദീപ് സിംഗ്, ഒരു കമൽപ്രീത് സിംഗ്, കരൺ ബ്രാർ, അതുപോലെ തന്നെ അമൻദീപ് സിംഗ് എന്നിങ്ങനെ 4 സിഖുകാരെ അറസ്റ്റ് ചെയ്തിരുന്നു കാനഡ. ഈ 4 പേരാണ് കൊലപാതകം ചെയ്തതെന്നും ഈ 4 പേർക്ക് ഇന്ത്യൻ സർക്കാരുമായി ബന്ധമുണ്ടെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ബന്ധമുണ്ടെന്നും ഇവരാണ് കൊലപാതകം ചെയ്തത്, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ഇക്കാര്യം അറിയാമായിരുന്നു എന്നുമാണ് ഈ 4 പേരെ അറസ്റ്റ് ചെയ്തത് മുൻനിർത്തി കാനഡ ആരോപിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാനഡയുടെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും മുറിവേറ്റിരിക്കുകയാണ്. അതായത് കാനഡയിലെ ഒരു കോടതി ഈ 4 പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയാണ്. അതായത് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം ദുർബലമാണ് എന്നതാണ് ഈ ജാമ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ദുർബലമായ പ്രോസിക്യൂഷൻ കേസുകളോടുകൂടി ജയിലിലടയ്ക്കപ്പെട്ട ഇന്ത്യക്കാർക്ക് കാനഡയിൽ ജാമ്യം ലഭിക്കുന്നു. അതോടുകൂടി ഇന്ത്യ ഉന്നയിച്ചിരുന്ന വാദം അതിന് ശക്തി പകരുകയാണ്. അതായത് ജസ്റ്റിൻ ട്രൂഡോ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റേതൊരു കൂട്ടുകക്ഷി സർക്കാരാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്ക് അവിടെ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികൾ പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കാനഡ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടി, ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ കാനഡ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ഭാരതത്തിൻ്റെ ആ വാദത്തിന് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കനേഡിയൻ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. നിജ്ജാർ കൊലക്കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിലടയ്ക്കപ്പെട്ടിരുന്ന 4 ഇന്ത്യക്കാർക്കും ഇപ്പോൾ കനേഡിയൻ കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.